അപ്പോൾ മക്കളെ 8ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും ടൈം ടേബിളുകളിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടാവുമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം എന്തൊക്കെയാണ് ആ സമയത്തിൽ വന്നിട്ടുള്ള മാറ്റം? എക്സാം തുടങ്ങുന്നത് 24-ാം തീയതി തന്നെയാണ്, എക്സാം അവസാനിക്കുന്നത് 27-ാം തീയതി തന്നെയാണ്. 8ാം ക്ലാസ്സിന് ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് 24-ന് രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് ഇംഗ്ലീഷും മലയാളവുമാണ്. പിന്നീട് നമുക്ക് വരുന്നത് 28-നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ദിവസം ഗ്യാപ്പുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വരുന്ന എക്സാം എന്ന് പറയുന്നത് അടിസ്ഥാന ശാസ്ത്രമാണ്. അതിനുശേഷം വരുന്നത് 6-ാം തീയതിയാണ്. വീണ്ടും നമുക്ക് ഗ്യാപ്പുണ്ട് ഗണിതത്തിന്, മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നീട് വരുന്ന എക്സാം 11-നാണ്, ഹിന്ദിയാണ്. വീണ്ടും നമുക്ക് എന്താണ് എക്സാമിന് പഠിക്കാൻ ഒഴിവുണ്ട്. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് എക്സാം വരുന്നത് 20-ാം തീയതി, മാർച്ച് 20-നാണ് എക്സാം വരുന്നത്. അത് സാമൂഹിക ശാസ്ത്രം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് മലയാള സെക്കൻഡ് വരുന്നത് 25-നാണ്. പിന്നീട് നിങ്ങൾക്ക് വരുന്നത് കലാകായിക പ്രവൃത്തി പരിചയം വരുന്നത് 27-നാണ്. ഇങ്ങനെയാണ് 8ാം ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ. 9ാം ക്ലാസ്സിനാണെങ്കിൽ 24-ന് 1ാം ഭാഷ, അതായത് മലയാളം ഫസ്റ്റും ഇംഗ്ലീഷും തന്നെയാണ് ആദ്യത്തെ എക്സാം. പിന്നീട് വരുന്നത് 28-ന് ഫിസിക്സും, 6-ന് ഗണിതവും, അതിനുശേഷം മാർച്ച് 11-ന് നമ്മുടെ മലയാള സെക്കൻഡും, അതിനുശേഷം 15-ന് ബയോളജിയും, 18-ന് സാമൂഹ്യ ശാസ്ത്രവും, 20-ന് ഹിന്ദിയും, 25-ന് കെമിസ്ട്രിയും, 27-ന് നമ്മുടെ കലാകായിക പ്രവൃത്തി പരിചയവുമാണ്. അപ്പം എല്ലാവർക്കും സബ്ജക്റ്റ് പഠിക്കാനുള്ള സമയം നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.